കോൺഗ്രസ് നേതാവ് പി ചിദംബരം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പ്രസ്താവനയാണ്. മുൻപും പറഞ്ഞിരുന്നു, മുംബൈ ആക്രമണം നടന്നപ്പോൾ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് തിരിച്ചടിക്കാനിരുന്ന ഇന്ത്യ സർക്കാർ അത് വേണ്ട എന്ന് വെച്ചു എന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് ചിദംബരം കോൺഗ്രസിനെയും അതിൻ്റെ നേതൃത്വത്തിനെയും നിരന്തരം വെട്ടിലാക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്? ഈ ചിദംബരം ചെട്ടിയാർ നമ്മൾ കരുതുന്ന പോലെ ആൾ നിസ്സാരക്കാരനല്ല. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. മാത്രമല്ല, അന്ന് UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് ചിദംബരത്തിന് വലിയ സ്വാധീനമായിരുന്നു. സോണിയ, അതുപോലെ ഈ പറഞ്ഞ രാഹുൽ തുടങ്ങിയ ആൾക്കാരിൽ, മൻമോഹൻ സിംഗിലൊക്കെ ചിദംബരത്തിന് വലിയ സ്വാധീനമായിരുന്നു. ചിദംബരമാണ് കാവി ഭീകരത അഥവാ ഹിന്ദുത്വ ഭീകരത എന്ന ഒരു ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളെപ്പോലെ ഈ ഇസ്ലാമിക ഭീകരതയ്ക്ക് എങ്ങനെയാണോ ചില മുസ്ലിങ്ങളെങ്കിലും ഇരയാകുന്നത്, അതുപോലെ ഈ ചില ഹിന്ദുക്കളെങ്കിലും ഹിന്ദുത്വ ഭീകരതയ്ക്ക്, കാവി ഭീകരതയ്ക്ക് കൊടിപിടിക്കുന്നു. ഇത് RSSനെ പ്രതിക്കൂട്ടിലാക്കാനും RSSൻ്റെ ഇന്ത്യയിലെ പ്രവർത്തനത്തെ അവസാനിപ്പിക്കാനും ആസൂത്രിതമായിട്ട് ചിദംബരം പറഞ്ഞതാണ്. അത് നമുക്കറിയാം. അതിൻ്റെ മുംബൈ ഭീകരാക്രമണവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും മറ്റു ചില സ്ഫോടനങ്ങളും, മലേഗാവ് അടക്കമുള്ള സ്ഫോടനങ്ങളും, അതിൽ ഇന്ത്യൻ സൈന്യത്തിലൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ, കേണൽ ശ്രീകാന്ത് പുരോഹിത് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്നെ പ്രതി ചേർത്തതും, ഒരു സന്യാസിനി അതിൽ പ്രതിയായതും, പിന്നീട് ആ കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ കോടതി അവരെല്ലാം കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയച്ചതുമൊക്കെ നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചയായതാണ്. ഇതിൻ്റെ എല്ലാം ഈ ഒരു ആരോപണത്തിൻ്റെ, അല്ലെങ്കിൽ ഈ കാവ്യ ഭീകരത, ഹിന്ദുത്വ ഭീകരത എന്ന ഈ രാഷ്ട്രീയ ആയുധത്തിൻ്റെ ഉപജ്ഞാതാവ് ചിദംബരം ചെട്ടിയാരാണ്. ഈ പളനിവേൽ ചിദംബരം എന്ന നമ്മുടെ ഈ മുൻ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ നിരന്തരം തൻ്റെ സ്വന്തം പാർട്ടി കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്, ഈ 26/11 മുംബൈ ഭീകരാക്രമണം 2008 നവംബർ മാസം 26-ാം തീയതി വൈകിട്ട് ഏതാണ്ട് 6-6:30 മണിക്ക് ശേഷം മുംബൈ നഗരത്തെ നടുക്കി പാകിസ്ഥാനിൽ നിന്ന് എത്തിയ 10 ഭീകരന്മാർ നിരപരാധികളും നിസ്സഹായരുമായ ഒരു ജനതയ്ക്ക് നേരെ, തങ്ങളുടെ ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുകയായിരുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് നേരെ, നിരപരാധികളായ മനുഷ്യർക്ക് നേരെ നിഷ്കരുണം നിറയൊഴിച്ചത്. ഏതാണ്ട് 200-നടുത്ത് ആൾക്കാർ കൊല്ലപ്പെട്ടു. അന്ന് മഹാരാഷ്ട്ര ATSൻ്റെ തലവനായിരുന്ന ഹേമന്ത് കർക്കരെ പോലും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിൽ ഉണ്ടായ ഒരു നേട്ടം ഈ അജ്മൽ കസബ് എന്ന് പറയുന്ന ഭീകരനെ ജീവനോടെ പിടിക്കാൻ പറ്റിയതാണ്. ഇല്ലായിരുന്നെങ്കിൽ ആ ആക്രമണം മുഴുവനും RSSൻ്റെ തലയ്ക്ക് കെട്ടിവെച്ച് RSSനെ നിരോധിച്ച് അതിൻ്റെ നേതൃത്വത്തെ അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടയ്ക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയാണ് അവിടെ പൊളിഞ്ഞുപോയത്. അത് ചിദംബരത്തിന് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ചിദംബരം, ദിഗ്വിജയ് സിംഗ്, സോണിയ തുടങ്ങി വളരെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾക്ക് അതിൽ പങ്കുണ്ട് എന്നാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും അതൊക്കെ ഇപ്പോൾ അത്തരം സംഭവങ്ങളെല്ലാം ഇന്ന് അതിൻ്റെ മറ നീക്കി സത്യം പുറത്തു വന്നു. മലേഗാവ് സ്ഫോടനത്തിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നവരെല്ലാം വിട്ടയക്കപ്പെട്ടു. അവർ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി. അപ്പോഴാണ് ചിദംബരം ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് രംഗത്ത് വരുന്നത്. 26/11 ശക്തമായി തിരിച്ചടി കൊടുക്കാൻ ഞങ്ങൾ ആലോചിച്ചിരുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും പ്രതിരോധ സെക്രട്ടറിയും ഒക്കെ ഇതിൽ ഇടപെട്ടു. കോണ്ടലിസ റൈസ് അന്ന് ഇന്ത്യയിൽ നേരിട്ടെത്തി തിരിച്ചടിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. ഇത് സത്യത്തിൽ സോണിയയെ വെട്ടിലാക്കുന്നതാണ്. ഇത് കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കുന്നു ഒരു വശത്ത്, മറിച്ച് അതിനപ്പുറത്തേക്ക് ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് സോണിയ പരിവാറാണ്. ഇപ്പോൾ രാഹുലാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിലും, പ്രിയങ്കയും ജയിച്ച് വയനാട്ടിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിൽ എത്തിയെങ്കിലും ഇപ്പോഴും കടിഞ്ഞാണിരിക്കുന്നത് സോണിയയുടെ കയ്യിലാണ്. ശരിക്കും സോണിയയെ വെട്ടിലാക്കാനാണ് ഇദ്ദേഹം അന്നത് പറഞ്ഞത്. അതിൻ്റെ അനുരണനങ്ങൾ, ആ അലയൊലികൾ ഒന്ന് അടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴിതാ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ വെച്ച് ഇദ്ദേഹം പറയുകയാണ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായിരുന്നു.
അത് എടുത്തു ചാടി ഉദ്യോഗസ്ഥരും ഇൻ്റലിജൻസും ഒക്കെ പറയുന്നത് കേട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എടുത്തു ചാടി പ്രവർത്തിച്ചത് വലിയ തെറ്റായിപ്പോയി. അതിന് വില കൊടുക്കേണ്ടി വന്നു, വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇന്ദിരയുടെ ജീവൻ തന്നെ ഈ പറഞ്ഞ സിഖ് ഭീകരവാദികൾ, ഖാലിസ്ഥാൻ ഭീകരവാദികൾ കവർന്നു. ഇതൊക്കെ ഇപ്പോൾ ഈ ചിദംബരം ഇത് വെറുതെ പറയുന്നതല്ല. ചിദംബരത്തിന് വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഇന്ന് ചിദംബരം നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് നിൽക്കുകയാണ്. എല്ലാം അഴിമതി കേസുകളാണ്. ഈ ഒന്നൊഴിയാതെ അഴിമതി കേസുകളിൽ UPA ഭരണകാലത്ത് നടന്ന വമ്പൻ അഴിമതികൾ, ആകാശത്ത്, ഭൂമിയിൽ, പാതാളത്തിൽ ഒക്കെ നടന്ന അഴിമതി, ഹെലികോപ്റ്റർ വാങ്ങിച്ചതിൽ അഴിമതി, പിന്നെ ഈ പറഞ്ഞതുപോലെ 2G സ്പെക്ട്രം ലേലം ചെയ്തതിൽ അഴിമതി, അതുപോലെ കോമൺവെൽത്ത് ഗെയിംസിൽ അഴിമതി, അതുപോലെ കൽക്കരി ഖനനത്തിന് ഓപ്ഷൻ വെച്ചത്, ലേലത്തിൽ കൊടുത്തത്, അതിൽ അഴിമതി. അങ്ങനെ ലക്ഷം കോടി എന്ന് പറയുന്നത് ഒരു തുകയെ അല്ലാതെയായി ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം. അത്രയ്ക്ക് വലിയ അഴിമതിയാണ് നടന്നത്. ആ അഴിമതി കേസുകളുടെ ചുവട് പിടിച്ച് മറ്റ് നിരവധി സംഭവങ്ങൾ പുറത്തു വന്നു. ഇതിലെല്ലാം അന്ന് ഭരിച്ചിരുന്ന UPA സർക്കാരിലെ വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാർ പലരും പ്രതി ചേർക്കപ്പെട്ടു. ചിലർ ശിക്ഷിക്കപ്പെട്ടു, ചിലർ തെളിവില്ലാത്തത് കാരണം രക്ഷപ്പെട്ടു. അങ്ങനെ കേസുകൾക്കുമേൽ കേസുകളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ചിദംബരം. ചിദംബരത്തിന് ഇന്ന് കോൺഗ്രസിൽ പഴയ സ്വാധീനമില്ല. ഇന്ന് കോൺഗ്രസിനെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വേറെ ചില ആൾക്കാരാണ്. ഉദാഹരണത്തിന് ജയറാം രമേശ്, മലയാളിയായ KC വേണുഗോപാൽ, അതുപോലെ നമ്മുടെ പവൻ ഖേര, ഇങ്ങനെ കുറച്ച് ആൾക്കാർക്കാണ് ഇപ്പോൾ സോണിയ കുടുംബത്തിൽ രാഹുലിൻ്റെ പുറത്ത് സ്വാധീനം. ഇവർ പറയുന്നത് പോലെയാണ് രാഹുൽ പെരുമാറുന്നത്, രാഹുൽ പ്രവർത്തിക്കുന്നത്. രാഹുലിൻ്റെ രാഷ്ട്രീയ അജണ്ടകളെല്ലാം നിശ്ചയിക്കുന്നത് ജയറാം രമേശും KC വേണുഗോപാലും ഒക്കെ അടങ്ങുന്ന ഒരു കോക്കസാണ്. ആ കോക്കസിനകത്തേക്ക് ഇദ്ദേഹത്തിന് പ്രവേശനമില്ല, P ചിദംബരത്തിന്. അതിൽ നിന്ന് പ്രവേശനം നിഷേധിച്ചതുകൊണ്ടാണ് കപിൽ സിബൽ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് സമാജ്വാദി പാർട്ടിയിലേക്ക് പോയത്. അതുപോലെ ഗുലാം നബി ആസാദ് കോൺഗ്രസിനെ വിട്ടുന്ന് വീട്ടിലിരിക്കുന്നത് അതുകൊണ്ടാണ്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് വിട്ട് BJP പാളയത്തിലെത്തുകയും വീണ്ടും ആസാമിൻ്റെ മുഖ്യമന്ത്രിയാകുകയും ചെയ്തത് ഈ കാരണം കൊണ്ടാണ്. അപ്പോൾ ആസാമിലെ തരുൺ ഗൊഗോയ് നമുക്കറിയാം, അവിടെ നിന്നുള്ള MP ആണ്. രാഹുലുമായിട്ട് വലിയ അടുപ്പമാണ്, സോണിയയുമായിട്ട് വളരെ ക്ലോസ് ആണ്. തരുൺ ഗൊഗോയും ഭാര്യയും. തരുൺ ഗൊഗോയുടെ ഭാര്യയ്ക്കെതിരെയും വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പാക് ചാരസംഘടനയായ ISIയുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ഒരു ചില കോക്കസുകളുടെ കയ്യിലാണ് ഇന്ന് കോൺഗ്രസ്. അത് സോണിയ ആകട്ടെ, രാഹുലാകട്ടെ, പ്രിയങ്കയാകട്ടെ, വാദ്രയാകട്ടെ, റോബർട്ട് വാദ്രയാകട്ടെ, ഇവരെല്ലാം പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന, ഇവരുടെ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന ഒരു കോക്കസ് ഉണ്ട്. ആ കോക്കസിനകത്ത് ചിദംബരത്തിന് യാതൊരു പ്രസക്തിയുമില്ല, അദ്ദേഹത്തിന് അവിടെ പ്രവേശനമില്ല. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ഏതാണ്ട് നിഷ്കാസിതനായി. കാരണം കോൺഗ്രസിനെ ഇത്രയും വലിയ ഒരു തകർച്ചയിലേക്ക് കൊണ്ടുപോയത് ഈ അഴിമതി നടത്തി, അല്ലെങ്കിൽ ഇത്രയേറെ അഴിമതിക്ക് സാഹചര്യം ഒരുക്കി കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാൻ, കോൺഗ്രസിൻ്റെ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണം, അങ്ങനെ കാരണക്കാരിൽ ഒരാൾ P ചിദംബരമാണ് എന്നാണ് പൊതുവെ ഇന്നത്തെ കോൺഗ്രസ്സുകാരുടെ വിലയിരുത്തൽ. ഇന്ന് ഈ രാഹുൽ ഗാന്ധിയെയും അതുപോലെ സോണിയയെയും പ്രിയങ്കയും ഒക്കെ ഉപദേശിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് P ചിദംബരത്തിനെതിരെയുള്ള ഉയർത്തുന്ന ആക്ഷേപം ഇതാണ്. ചിദംബരം വേണമെങ്കിൽ BJPയിലേക്ക് എത്താല്ലേ? അത് ചിദംബരം വേണമെങ്കിൽ നാളെ BJPയിൽ ചേർന്നേക്കാം. BJP അദ്ദേഹത്തെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ തന്ത്രപരമായിട്ട് അദ്ദേഹം BJPക്ക് വടി ഇട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നത് കോൺഗ്രസിനെ തല്ലാൻ. ഈ കാര്യങ്ങളിലൊക്കെ പല വാസ്തവങ്ങളുമുണ്ട്. പക്ഷേ BJP അത് ഉന്നയിക്കുമ്പം ഒരു എതിർ രാഷ്ട്രീയ ചേരിയിൽ നിന്നുള്ള ആരോപണം മാത്രമാണ്, ഒരു ആക്ഷേപം മാത്രമാണ്. പക്ഷേ സ്വന്തം പാളയത്തിൽ നിന്ന്, സ്വന്തം ചേരിയിൽ നിന്ന് ഒരാൾ ഇതൊക്കെ പറയുമ്പോൾ അത് വെറും ആക്ഷേപമല്ല, ആരോപണമല്ല. ഒരു തരൂരിന്റെ രീതിയിലേക്ക് ചിദംബരം മാറുന്നു. തരൂരും ചിദംബരവുമായിട്ട് വ്യത്യാസമുണ്ട്. തരൂര് ചിദംബരത്തെ പോലെ അഴിമതി നടത്തിയിരിക്കുന്ന ഒരാളല്ല. ചിദംബരത്തെ പോലെ ഇത്തരം പ്രവർത്തനങ്ങളിൽ, അതായത് നമ്മൾ ദേശവിരുദ്ധം എന്ന് നമ്മൾ കരുതുന്ന ഈ മലേഗാവ് സ്ഫോടനത്തിൽ ഒരു കേണലിനെ പ്രതി ചേർക്കുക, നമ്മുടെ സൈന്യത്തെ തന്നെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുക, പ്രതിപട്ടികയിൽ സൈനികനെ, ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമ്മുടെ രാഷ്ട്രത്തിന് അനുകൂലമായ പ്രവൃത്തിയാണോ? ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്
നമ്മുടെ രാജ്യത്തിന് ഒക്കെ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് രാഷ്ട്രീയക്കാർ അധപ്പതിക്കാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ചിദംബരവും തരൂരും തമ്മിൽ വ്യത്യാസമുണ്ട്. തരൂർ ഒരിക്കലും അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നയാളല്ല, അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്നയാളല്ല. ഇവിടെ വളരെ കൃത്യമായിട്ട് തരൂര്, അത് മാത്രമല്ല, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കാൻ പോയപ്പോൾ അതിനെ നയിച്ചതാരാണ്? തരൂരാണ്. അമേരിക്കയിലടക്കം ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്, നമ്മുടെ നിലപാട് എന്താണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ തരൂരിന് സാധിച്ചു. ഒരു പക്ഷേ ആ സ്ഥാനത്ത് ചിദംബരമോ കപിൽ സിബിലോ അല്ലെങ്കിൽ മറ്റേ ജയറാം രമേശോ അങ്ങനെയുള്ള ആരെങ്കിലും പോയിരുന്നെങ്കിൽ അത് വിജയിക്കില്ലായിരുന്നു. പണ്ട് നമുക്കറിയാം നരസിംഹറാവു എങ്ങനെയാണ് വാജ്പേയിയെ UN-ൽ കാശ്മീർ വിഷയം സംസാരിക്കാൻ അയച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അന്ന് വാജ്പേയി അല്ല മറ്റാരെങ്കിലുമാണ് പോയിരുന്നതെങ്കിൽ അതൊരു പക്ഷേ ആ ദൗത്യം പരാജയപ്പെട്ടു പോയേനെ. ഇന്നും അതുപോലെ തന്നെയാണ്. നരേന്ദ്രമോദി ദീർഘവീക്ഷണമുള്ളൊരു പ്രധാനമന്ത്രിയാണ്, നേതാവാണ്. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ആരെ എവിടെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന്. അദ്ദേഹം തരൂരിനോട് ആവശ്യപ്പെട്ടു, താങ്കൾ ഈ അമേരിക്കയിൽ പോകണം, ഇന്ന സ്ഥലങ്ങളിൽ പോകണം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ജനങ്ങളുടെ നിലപാടിതാണ്. അത് തരൂർ വളരെ ഭംഗിയായിട്ട് ചെയ്തു. തരൂരൊരു നല്ല ഡിപ്ലോമാറ്റ് കൂടെയാണ്. തരൂരിന് സംസാരിക്കാൻ അറിയാം, തെളിവുകളും കയ്യിലുണ്ട്. പിന്നെ എന്താണ് ഭയപ്പെടേണ്ടത്? വളരെ കൃത്യമായിട്ട് അവിടെ ചെന്ന് ഈ ഭീകരത എന്താണെന്നും അത് നമ്മളെ എങ്ങനെയാണ് വിഴുങ്ങാൻ വന്നതെന്നും അതിനെ നമ്മൾ എങ്ങനെയാണ് തടഞ്ഞ് തുരത്തി ഓടിച്ചതെന്നും ഒക്കെ തരൂർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഒരു പക്ഷേ ചിദംബരത്തിന് അത് സാധിച്ചെന്ന് വരില്ല. ചിദംബരത്തിന് അത് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ചിദംബരം ഈ കോൺഗ്രസിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് നടന്നു കയറാനുള്ളൊരു പരിശ്രമമാണ്. അതായത് എൻ്റെ കൈവശം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനിത് വെളിപ്പെടുത്തും, ഞാനിത് പുറത്തു പറയും. അങ്ങനെ പുറത്തു പറഞ്ഞാൽ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ്. ഈ സാമ്പിൾ വെടിക്കെട്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലൊരു സാധനമാണ് ഇപ്പോൾ ചിദംബരം ഇട്ടിരിക്കുന്നത്. ഈ സാമ്പിൾ വെടിക്കെട്ട് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പുറകെ തൃശ്ശൂർ പൂരം വരുന്നുണ്ട്. അത് സോണിയയ്ക്കും മക്കൾക്കും വലിയ ദോഷം ചെയ്യും. എൻ്റെ വെളിപ്പെടുത്തലുകൾ നിങ്ങളുടെ ഭാവിയെ അപകടത്തിലാക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കോ, എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചോ, എനിക്ക് കോൺഗ്രസിൽ മുമ്പുണ്ടായിരുന്ന സ്ഥാനം മടക്കി നൽകുക. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ശല്യം ഉണ്ടാക്കില്ല. വളരെ കൃത്യമായ മെസ്സേജാണ് ചിദംബരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് സോണിയയ്ക്കൊപ്പമുള്ളവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരാരും ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാത്തത്. നോക്കൂ, അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് 26/11 തിരിച്ചടിക്കരുത് എന്നുള്ള അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും കോൺഗ്രസിൽ നിന്ന് അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു? ആരും രംഗത്ത് വന്നില്ല. ചിദംബരം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, BJP-ക്കാർ അത് ഉയർത്തി വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു, ഒക്കെ സംഭവിച്ചു. പക്ഷേ ഇതിനെ എതിർക്കാനോ ഇതിനെ തടയാനോ ചിദംബരം പറഞ്ഞത് തെറ്റാണെന്ന് സമർത്ഥിക്കാനോ ഒരു കോൺഗ്രസ്സുകാരൻ പോലും വന്നില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, മടിയിൽ കനമുണ്ട്, വഴിയിൽ ഭയക്കണം. സോണിയയ്ക്കും കുടുംബത്തിനും പേടിക്കാൻ ഏറെയുണ്ട്. ചിദംബരം വളരെ വാ തുറന്നാൽ അത് തീർച്ചയായിട്ടും സോണിയ പരിവാറിൻ്റെ അടിവേര് മാന്തിയെടുക്കും എന്ന് തീർച്ചയാണ്. ഇവിടെ അത് എത്ര നാൾക്കുള്ളിൽ സംഭവിക്കും എന്നാണിപ്പോൾ നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ചിദംബരം തിരിച്ചു കയറുമോ അതോ ഈ സോണിയ പരിവാറിൻ്റെ, സോണിയ കുടുംബത്തിൻ്റെ അടിവേര് മാന്തി പുറത്തെടുക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം.